35 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളിൽ ധാരണയിലെത്തി കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി. എൽദോസ് കുന്നപ്പള്ളി അടക്കം 20 സിറ്റിംഗ് എംഎൽഎമാർക്ക് സീറ്റുണ്ടാകും. 2 പേരുള്ള 15 സീറ്റുകളിൽ ഉടൻ തീരുമാനം കൈക്കൊള്ളും. കേരള കോൺഗ്രസ് വിട്ടു നൽകിയ ഇടുക്കി, കുട്ടനാട് സീറ്റുകളിൽ തീരുമാനം പിന്നീടെടുക്കും. സന്തോഷ വാർത്ത നാളെയെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ഞങ്ങൾ കോൺഗ്രസിൻ്റെ CEC സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി നാളെ വൈകുന്നേരം ചേരുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചർച്ചകൾ AICC നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന പ്രതിപക്ഷ നേതാവ് രമേശ്, വർക്കിംഗ് പ്രസിഡന്റുമാർ, ഞങ്ങളെല്ലാവരും പ്രാഥമിക ചർച്ച നടത്തി. കാര്യങ്ങൾ വളരെ നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. ശരത് ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് തന്നെ കടക്കുകയാണോ? നാളെ സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ അത്രയും 35ഓളം സീറ്റുകളിൽ ഏകദേശം ധാരണയായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അത് ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമോ? മറ്റ് തർക്കം ഉള്ള കാര്യങ്ങളിലേക്ക് കൂടിയുള്ള ചർച്ചകൾ ഇന്ന് രാത്രിയിൽ കൂടെ ചർച്ചകൾ നീളുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നാളെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് തന്നെ കടക്കാനാണോ നീക്കം? സ്വാതി, 35 സീറ്റുകളിലാണ് ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി ക്ലിയർ ചെയ്തത്. ഈ 35 സീറ്റുകളും നാളെ തന്നെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലേക്ക് ശുപാർശ ചെയ്യും. അതുകൂടാതെ ബ്രാക്കറ്റിൽ 2 പേരുള്ള 15 സീറ്റുകളെ സംബന്ധിച്ച ചർച്ചയാണ് ഇപ്പോൾ വൈകിട്ട് 4 നേതാക്കൾ തമ്മിൽ നടത്തുന്നത്. KC വേണുഗോപാൽ, അതേപോലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, VD സതീശൻ, ഈ 4 പേരുമാണ് ബാക്കിയുള്ള 15 സീറ്റുകളെ കുറിച്ചുള്ള ചർച്ച നടത്തുന്നത്. അതിൽ പ്രധാനമായിട്ടും ആ സീറ്റുകളെ സംബന്ധിച്ച്, കാരണം 50 സീറ്റുകൾ പ്രഖ്യാപിക്കാനുള്ള ഒരു ധാരണയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ യോഗത്തിലൊന്നും രമേശ് ചെന്നിത്തല പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ 35 പേരുടെ പേരുകൾ ക്ലിയർ ചെയ്ത് അതിൽ 20 സിറ്റിംഗ് MLA-മാരാണ്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് വിട്ടുനിൽക്കുന്ന ഇടുക്കി, അതേപോലെ ഇടുക്കിയും അതേപോലെ കുട്ടനാടിലുമുള്ള പാർട്ടി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇന്ന് രാത്രി തീരുമാനമാവും. കേരള കോൺഗ്രസിൽ നിന്ന് സീറ്റുകൾ സ്വമേധയാ കേരള കോൺഗ്രസ് വിട്ടു നൽകിയതാണ് എന്നാണ്. അതേപോലെ UDF-ന്റെ മറ്റു കക്ഷികളിൽ നിന്നുള്ള സീറ്റുണ്ട്, RSPയുടെ സീറ്റുണ്ട്. ഇതൊക്കെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളും ചർച്ച ചെയ്യും. അങ്ങനെയാണെങ്കിൽ 50ഓടടുത്തമുള്ള സീറ്റുകൾ നാളെ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യും. ഏതായാലും 35ന്റെ പ്രഖ്യാപനം നാളെ സ്ക്രീനിംഗ് പൂർണ്ണ രൂപത്തിൽ തന്നെ ഇന്ന് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് നൽകിയിട്ടുണ്ട്. ഓർഗനൈസിംഗ് സെക്രട്ടറി ആയ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് നൽകിയിട്ടുണ്ട്. ഈ 2 പേരുള്ള 15 ഉള്ള സീറ്റിലാണ് ഇപ്പോഴുള്ള ചർച്ച നടക്കുന്നത്. ഇന്ന് രാത്രി 10:30 മണിയോടെ ആ സീറ്റുകളിൽ ധാരണയാകും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. അതുപോലെ K മുരളീധരൻ, TN പ്രതാപൻ, ബൽറാമൻ തുടങ്ങിയ, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഐഷ പോറ്റി തുടങ്ങിയ കോൺഗ്രസിലേക്ക് വന്ന സീറ്റുകളെ സംബന്ധിച്ചിട്ടും ഇന്ന് ധാരണയായിട്ടുണ്ട്. അതുപോലെ പൊതുവിൽ G സുധാകരൻ വരികയാണെങ്കിൽ G സുധാകരന് വേണ്ടി സീറ്റ് നൽകും എന്നൊരു പൊതുധാരണ ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. മുകുന്ദനെ പോലെ തന്നെ G സുധാകരനും തയ്യാറാണെങ്കിൽ സ്വതന്ത്രനായിട്ട് G സുധാകരനെയും പൂർണ്ണ രൂപത്തിൽ തന്നെ ഉൾക്കൊള്ളാനുള്ള തീരുമാനമുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് മുൻകൈ എടുക്കട്ടെ എന്നാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായത്. അതുപോലെ തന്നെ യൂത്ത്, അതുപോലെ KSU എന്നീ നിലകളുള്ള പ്രാതിനിധ്യങ്ങളെക്കുറിച്ചും പ്രാഥമിക ചർച്ച നടന്നിട്ടുണ്ട്. ഏതായാലും 35 സീറ്റ് സ്ക്രീനിംഗ് കമ്മിറ്റി ക്ലിയർ ചെയ്തു. ഇനി ഇക്കാര്യത്തിൽ എൽദോക്ക് ഭയപ്പെടാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേരും സിറ്റിംഗുള്ള 20 MLA-മാർക്കും സിറ്റിംഗ് നൽകി എന്നുള്ളതാണ് ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ തീരുമാനം. അത് ഏകകണ്ഠമായി സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നവർക്ക് പുറമെ രമേശ് ചെന്നിത്തല, അതുപോലെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും പങ്കെടുത്തു എന്നുള്ളതാണ്. ദീപദാസ് മുൻഷി അടക്കമുള്ള AICC സെക്രട്ടറി ശരത് ലാൽ.